ഹലോ ഗൈസ്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് വണ്ടി ആ കാർ എന്തിനോ കെട്ടി വലിക്കുന്നുണ്ട്. പോയൊക്കെ എന്താണ് സംഭവം എന്നറിയില്ല. വണ്ടി അടി പോയോ? ഓ, വണ്ടി അടി പോയതാണ് ഗൈസ്. ഇതുണ്ടോ? എന്താ പറഞ്ഞാൽ അവിടെ നിന്ന് എടുത്തിട്ട് കയറ്റിയൊക്കെ ഇവിടുന്ന് ഇതാക്കിയാലേ അഴിക്കൂടെ ഇറക്കി കൊണ്ടുവരണം. ഇത് നേരെ ഇങ്ങോട്ടാക്കുക. നേരാണ് പോവോ? റോഡ് അതിലെ പോകുന്നുണ്ട്. എല്ലാവരും കൈ വെച്ചാൽ കിട്ടൂലേ? കല്ല് വെച്ചു എന്താണ് വല്ല നടക്കുക? വണ്ടി ഇവിടുന്ന് ബ്രേക്ക് ഇട്ടാതെ താഴോട്ട് ഇറങ്ങിയത് തോന്നുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് ഏകദേശം ഈ റോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഈ ഒരു മരം ഒഴിവാക്കിയിട്ട് നേരെ എത്തിയാൽ അത് ആ ഭാഗം റോഡാണ്. അതിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ബാക്കോട്ട് എടുത്താൽ ആ മരത്തിന് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ എടുക്കുക, നേരെ റോഡിലേക്കാണ് ഇറക്കുക എന്നുള്ളൊരു പ്ലാനാണ് ഇവർ ചെയ്യുന്നത്. അത് സക്സസ് ആവോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഫ്രണ്ട് എടുത്തിട്ട് വെക്കേണ്ടി വരും. എങ്ങനെ? അതെ, ഈ മരത്തിൻ്റെ ഇവിടെ തട്ടി നിൽക്കല്ലേ, അടിയിൽ നിന്ന് അങ്ങോട്ട് പുഷ് ചെയ്തിട്ട്. കഷ്ടമാണ്, എന്താ ചെയ്യുക പാവങ്ങള്. ഗഫൂറ, ഈ ഫ്രണ്ട് ഇവിടുന്ന് പിടിച്ചങ്ങോട്ട് നീക്കാൻ പറ്റൂല. അവിടുന്ന് വണ്ടിനെ ഇങ്ങോട്ട് മാറ്റണം. ഇങ്ങോട്ട് മാറ്റിയാലേ ഇത് വഴിയാണ് വിടാൻ പറ്റുള്ളൂ. ശരി, എന്ത് ചെയ്യണത്? എങ്ങനെ? ആ വണ്ടിനെ കുറച്ച് ഇങ്ങോട്ട് നീക്കിയാ പോരെ? ആ, ബാക്കിൽ തള്ളണം. പിന്നെ അത് തിരിച്ചു കളി കൊടുത്താൽ അപ്പം എല്ലാവരും കൂടി ഒന്ന് ബാക്ക് തള്ളണം. ഇല്ലേ, കുറച്ച് വലിയ ഉയരമുള്ള വണ്ടി വന്നാൽ ബാക്കോട്ട് വലിക്കാൻ കുറച്ചുകൂടി എളുപ്പമാവും. ആ കയറിനെ കുറച്ചുകൂടി പൊന്തി കിട്ടും. ആ, ഈ ജാക്കി ആ ജാക്കി സ്ലിപ്പാവാൻ സാധ്യതയുണ്ട്. സ്ലിപ്പാവും, അങ്ങനെ നിൽക്കൂല. അത് എന്താണ് ഇവരെ പ്ലാൻ എന്നാവും. ഗഫൂറ, ഈ കാറിനെ ഒഴിവാക്കിയിട്ടേ, ടെമ്പോ പോലത്തെ വലിയ വണ്ടി കിട്ടണ.
ആ താറ് പോലത്തെ ഏതെങ്കിലും വണ്ടി കിട്ടിയ സംഭവം ഉഷാറായി പരിപാടി കഴിഞ്ഞു. ഈ കാറ് പറ്റൂല, ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവാണ്. കുറച്ചുകൂടി വലിയ വണ്ടി വേണം. വേറെ പ്രശ്നമുണ്ട്, ഈ സാധനം അങ്ങോട്ട് മേലേക്ക് വലിഞ്ഞിട്ട് റിട്ടേൺ വരുമ്പോ പുറത്തും കിട്ടില്ല, മറ്റടക്കം പോവും. ഏത് ഇത് മേലേക്ക് കയറി മേലെ കയറിയൊക്കെ ഇത് ലൂസാവുമല്ലോ. ലൂസാകുമ്പോൾ ഇതിന്റെ ഫ്രണ്ട് ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ നേരെ റിട്ടേൺ അടിയിക്ക് പോകുമ്പോൾ അതും പോരും. ആ വണ്ടി കൂടി ഇതിന്റെ കൂടെ പോരും. भैया सोच के करना है, क्योंकि ये इससे उठाएगा ना, उठाने के बाद में ये गिर गया तो वो भी पीछे आएगा. सोच के करने काम, 2 गाड़ी भी नीचे जाएगा. हाँ बड़ा वाला गाड़ी है ना, टेम्पो वाला, ऐसा वाला देखो अच्छा है, इसमें नहीं सकता है. हाँ एक बार चेक करो, हाँ, आराम से चेक करना है बस. हाँ ढकेगा भैया, लूज करेगा, बाद में वो निकले तो पूरा हाँ ऐसा आएगा तो वो भी आएगा चीज पीछे. वो देखना. हाँ इसमें आदमी देखना, वो भी पॉसिबल है, इसलिए बोल रहा हूँ. हैंड ब्रेक भी डालना है, नीचे पत्थर भी डालना है. उधर से भी ढकल को दियो. हाँ അനങ്ങുന്നില്ല കേട്ടോ. പക്ഷെ ഫ്രണ്ടിലെ വണ്ടി സ്ട്രോങ് അല്ലാത്തതിനെ കൊണ്ടുള്ള പ്രോബ്ലമാണ്. അവിടെ ലോക്കാണ്, അത് ബാക്ക് പോണം, അവിടെ ലോക്കാണ്. പത്തർ ഒരു 2-3 ആൾക്കാരുടെ വരും. 2-3 ആൾക്കാർ വിട്ടാ ആ കയറ് അയക്കഴിഞ്ഞാൽ 2 വണ്ടിയും കൂടി താഴെ പോകട്ടോ മക്കളെ, ശ്രദ്ധിക്കാം. ഓക്കെ ഇവിടുന്ന് പോന്നില്ലേ ഉദർസ്? ഓക്കെ താങ്ക് യു. ഇനി പ്രശ്നമില്ല, ആ കയറ് അയച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആകെ പണിയാവും. ആ കയറ് കഴിച്ചില്ലേ? ഓക്കെ ഇനി നേരെ പോയിക്കോളും. പരിപാടി കഴിഞ്ഞോ? അവിടുന്ന് പോകുന്നത് അവരുടെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നേരെ ഇതിനുള്ളതാണ്. പക്ഷെ ഈ സാധനം നല്ല സ്ട്രോങ് ആണ്, കണ്ടോ? ഇതിൻ്റെയൊക്കെ മരട് നല്ല സ്ട്രോങ്ങാണ്, വിചാരിച്ച മാരൊന്നും പോകില്ല. പക്ഷെ മെല്ലെ മെല്ലെ ഇങ്ങനെ ഇറക്കി ചിലപ്പോൾ ഇങ്ങനെ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഇങ്ങനെ വരുള്ളൂ. ആ ക്രെയിന് വിളിച്ച് പൊക്കിയാൽ അടിപൊളിയായിട്ട് സാധനം അവിടെ നിന്ന് പോരും. ഇത് വണ്ടി ഒന്നിനും പറ്റാതാവും അവിടെ നിന്ന് ഇവിടെ എത്തുപോയി. കാരണം ഇവിടെയൊക്കെ വന്നെ അടിച്ചാൽ എല്ലാം കേടുന്ന് കണ്ടോ. അവിടുന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വന്നിട്ട് അടിക്കുക. വണ്ടിൻ്റെ എൻജിനും കാര്യങ്ങളൊക്കെ അടച്ചോനെ. ഇത് കണ്ടോ, ഇതിങ്ങനെ വന്നിട്ട് പിന്നെയും താഴ്ചയാണ് താഴോട്ട്. ആ വരുന്നു പറ്റിലൊക്കെയോ? ഇല്ല, ഈ ഒരു സൈഡ് അങ്ങനെ മാറ്റി കൊടുക്കേണ്ടി വരും. എന്നാൽ മെല്ലെ 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 ഇറങ്ങും. ഈ ഒരു ഭാഗം മാത്രമേ പ്രശ്നമുള്ളൂ, ഇവിടെ പിന്നെ കാലിയാണ്. അങ്ങനെ ഗൈസ്, ഇത്രയും നേരത്തെ പരിശ്രമം സഫലമായില്ല. കാരണം വണ്ടി അതിനകത്ത് അടപടലം കുടുങ്ങിക്കണം. ഉണ്ടോ മാക്ക്?
ഇതിൻ്റെ ആ കുറ്റി ഉണ്ടല്ലോ, കുറ്റി അതിനടുക്ക് നല്ല വലിയ വലിയ കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വണ്ടി അങ്ങോട്ട് പോകില്ല പറഞ്ഞു. അങ്ങനെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ വണ്ടിയാണ്, ഇനി അവർ ഹെൽപ്പ് ചെയ്തോളും അല്ലേ? ഷാ നമ്മൾ പോല ലെറ്റ്സ് ഗോ. എന്നാ പോല. ഓക്കെ ഗായ്സ്, അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ഇവരുടെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് റെഡി ആവട്ടെ. ഓക്കെ ഗായ്സ്, അങ്ങനെ ഗായ്സ് ഈവനിങ് ടീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഉച്ചക്കത്തെ ബിരിയാണി കഴിഞ്ഞു. ഒന്നെന്താ രസ അടിപൊളി ബിരിയാണി അല്ലേ? വാട്ടച്ചായ. ഇനിയിപ്പോൾ അടുത്ത ഏത് വാട്ടച്ചായ ആണെന്ന് അറിയില്ല, നോക്കാം. കാരണം ഊട്ടിയിൽ ക്വാളിറ്റി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവണമെന്നില്ല അല്ലേ? ആ, നമ്മ ലോക്കൽ ഹോട്ടലെടുത്താടാ. 25 ഉറുപ്പ്യന് ഇഡ്ഡലി കയറി അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. നല്ല സ്റ്റാർ കാറ്റഗറി കയറിയാ ഓക്കെ. റോഡ് സൈഡിലുള്ളതൊക്കെ കണക്ക് തന്നെയായിരിക്കും. അത് നോക്കണ്ട, പലർക്കും പല ടേസ്റ്റ് അല്ലേ. അങ്ങനെ ഇപ്പം അടുത്ത ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മളെ ചായ നമ്മളെ മച്ചാൻ അവിടെ അങ്ങനെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. കണ്ടാവും മച്ചാൻ ചായ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചായ കൂടി കഴിഞ്ഞോടുകൂടി നമ്മളെ ചായ എത്തി ഗൈസ്. 2 കോഫി, 3 കോഫി. ഈച്ച വിയാതെ നോക്ക് മോനെ, ഈച്ച മത്സരിച്ച് പാറണം. അയ്യോ കോഫി ചായ അവിടെ. ഓക്കെ, അപ്പൊ ഈ ഒരു കോഫിയോട് കൂടി ഊട്ടി ട്രിപ്പ് ഇവിടെ അവസാനിക്കണം കേട്ടോ. അപ്പൊ ഈ ട്രിപ്പ് ഇവിടെ വൈൻഡപ്പായി. ഓക്കെ ഗായ്സ്, അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം അടുത്ത സമയത്ത് വരാം. ഓക്കെ, ഗുഡ് ബൈ.